ഈ ഈ ഈ പർട്ടിക്കുലർ കോൺസെപ്റ്റിന് തന്നെ പഞ്ചഭൂതം എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഭൂതം എന്ന് കേൾക്കുമ്പോൾ ഒരു 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 നെഗറ്റീവ് സ്പേസ്, ഒരു പേടി എല്ലാവർക്കും ഉള്ളതാണ്, ബേസിക്കലി ഒരു ഇതുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു ഭൂതം എന്നുള്ളൊരു ഒരു ഒരു ടാഗ് വരാൻ കാരണം, പഞ്ചഭൂതം എന്ന് വരാൻ കാരണം? ആദ്യം പലർക്കും പഞ്ചഭൂതം എന്താണെന്നറിയില്ല. ഭൂതങ്ങളാണ് അല്ലേ, 5 ഭൂതങ്ങൾ എന്ന സങ്കല്പത്തിലാണ് പറയാം. നമ്മൾ നാടൻ ഭാഷയിലിപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ഹിന്ദി ആണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഭൂതം, പേയ്, പിശാച് എന്നൊക്കെ പറയണ ആ ഒരു, അല്ലെങ്കിൽ ഭൂതഗണങ്ങൾ എന്നൊക്കെ പറയണ വളരെ രൗദ്ര സ്വഭാവമുള്ള ദേവതകളായിട്ടുള്ള അങ്ങനത്തെ ശക് ഫോഴ്സസിനെയാണ് സാധാരണ ജനത്തിന് അറിയാവുകൊണ്ട് പെട്ടെന്ന് ഭൂതം എന്ന് പറഞ്ഞ ഒരു പ്രേതം, ഭൂതം എന്നൊക്കെ പറയണ ആ തരത്തിലേക്ക് ഭയപ്പെടുത്തുന്ന വാക്കുകളിലേക്ക് പോവുകയാണ്. അതിപ്പോൾ ഈ യക്ഷി എന്നൊക്കെയുള്ള വാക്കുകൾ കേരളത്തിൽ ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലേക്ക് വന്ന മാതിരിയാണ്. ശരിക്ക് യക്ഷി, ഭൂതം, ഈവൻ പ്രേതം എന്ന വാക്ക് പോലും യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് ഇല്ല, അതിലൊരു ഭയാനകതയുടെ വിഷയമില്ല. പ്രേതം വെച്ചാൽ ദൂരേക്ക് പോയതെന്നേ അർത്ഥമുള്ളൂ, ദൂരേക്ക് പോയത്, വിട്ടുപോയതെന്നേ അർത്ഥമുള്ളൂ. ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായതെന്നേ അർത്ഥമുള്ളൂ. ദാറ്റ് വിച്ച് ഹവ് കം ഇൻ ടു എക്സിസ്റ്റൻസ്, അസ്തിത്വം ഉണ്ടാവുക, മാനിഫെസ്റ്റ് ആവുക, ഉത്ഭവിക്കുക, നമ്മുടെ അനുഭവത്തിൽ വരിക, ഇതൊക്കെയാണ് ഭൂ എന്നുള്ള സംസ്കൃത ആ ശബ്ദം കൊണ്ട് തം ഉണ്ടായി വന്നിട്ടുള്ള അതിനെ. അപ്പോൾ എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ടോ, പ്രപഞ്ചമായി നിൽക്കുന്നുണ്ടോ, അത് ഭൂതം. അത്